കരിങ്കൊടി പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലേക്കിറങ്ങി മന്ത്രി വീണ ജോർജ്. വാഗ്വാദം. കരിങ്കൊടി പ്രതിഷേധം നടത്താനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇടയിലേക്കിറങ്ങി സംസാരിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പത്തനംതിട്ട റാന്നിയിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയെ കരിങ്കൊടി കാണിക്കാനെത്തിയത്. പ്രതിഷേധം കണ്ട് വാഹനം നിർത്തി മന്ത്രി പുറത്തിറങ്ങി. നടു റോഡിൽ മന്ത്രിയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ വാഗ്വാദമുണ്ടായി. പിന്നീട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പോലീസുകാർ ചുറ്റും വലയം തീർക്കാൻ ശ്രമിച്ചെങ്കിലും മാറി നിൽക്കാൻ മന്ത്രി ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്നാണ് സമരക്കാർക്കിടയിലേക്ക് മന്ത്രി ഇറങ്ങിയത്. റാന്നിയിലെ ഒരു ആശുപത്രിയിൽ പൊതുപരിപാടി കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു മന്ത്രി. ആശാ വർക്കേഴ്സ് സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് സമരം. ആശാ വർക്കർമാരുടെ സമരം നിർത്തണമെന്നടക്കം സമരക്കാർ ആവശ്യപ്പെടുകയായിരുന്നു. സമരക്കാർക്ക് പറയാനുള്ളത് കേട്ട മന്ത്രി ഇനി താൻ സംസാരിക്കട്ടെ എന്ന് പറയുകയായിരുന്നു. നിങ്ങൾ എത്ര രൂപ ആശാ വർക്കർമാർക്ക് കൊടുത്തു എന്നായിരുന്നു ആരോഗ്യമന്ത്രിയുടെ ചോദ്യം. സംസാരിച്ചതിന് ശേഷം മന്ത്രി സ്ഥലത്ത് നിന്നും മടങ്ങുകയും ചെയ്തു. അതേസമയം കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് മിനിക്ക് വക്കീൽ നോട്ടീസ് അയച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ്. മന്ത്രിമന്ദിരത്തിൽ ചെന്നപ്പോൾ മന്ത്രിയെ കാണാൻ ഭർത്താവ് അനുവദിച്ചില്ല എന്ന പരാമർശത്തിലാണ് നോട്ടീസ് അയച്ചത്. എസ് മിനിയുടെ പരാമർശം ശരിയല്ലെന്ന് നോട്ടീസിൽ പറയുന്നു. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. സമരത്തിന്റെ 2ാം ദിനത്തിൽ മന്ത്രിയെ കാണാൻ ഔദ്യോഗിക വസതിയിലെത്തിയപ്പോൾ ഭർത്താവ് തടഞ്ഞെന്ന് മിനി നേരത്തെ പ്രതികരിച്ചിരുന്നു. എന്നാൽ ഈ ആരോപണം നേരത്തെ തന്നെ വീണ ജോർജ് തള്ളിയിരുന്നു. തന്റെ ഭർത്താവ് താമസിക്കുന്നത് ഔദ്യോഗിക വസതിയിലല്ലെന്നും പത്തനംതിട്ടയിലെ വീട്ടിലേക്കും സമരക്കാർ വന്നതായി അറിയില്ലെന്നും വീണ പറഞ്ഞു. സംശയമുണ്ടെങ്കിൽ CCTV പരിശോധിക്കാമെന്നും മന്ത്രി പറഞ്ഞു.